കൊച്ചിയിൽ 17 വയസ്സുകാരന്റെ കൈ പോലീസ് തല്ലി ഒടിച്ചതായി പരാതി. എല്ല് വളയുന്ന സ്കോളിയോസിസ് രോഗമുള്ള 17 വയസ്സുകാരനെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. 5 പോലീസുകാർ ചേർന്ന് നിലത്ത് കിടത്തി തലയിൽ ചവിട്ടിയാണ് കൈ രണ്ടും തല്ലി ഒടിച്ചതെന്ന് 17കാരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സൈഡിൽ നിന്ന് കുറെ നേരമായിട്ട് നോക്കണു. ഞാനാണെങ്കിൽ കാര്യമാക്കിയില്ല. ആള് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ആളോട് എന്താണ് വീഡിയോ എടുക്കണത്. ഇയാള് പിന്നെ ഒരു ID കാർഡ് കാണിച്ചു തന്നെ, എനിക്ക് മനസ്സിലായില്ല. ഇയാള് പിന്നെ പുറകെ വന്നിട്ട് ശല്യപ്പെടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെൺകുട്ടീനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയതിന് ശേഷം ഇയാൾ അടുത്ത് വയ്ക്കുന്നു. എന്നെ ഇങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പുറകെ വന്നിട്ട് ലാസ്റ്റ് ഞാൻ കയറി അടിച്ചു. ആളെ അടുത്തോട്ട് പോയി സംസാരിച്ച് വാക്കുകൾക്കായി അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 6 മണി 7 മണിയാവുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5-6 പേര് ഗുണ്ടകളെ പോലെ, 5-7 പേരുണ്ടായിരുന്നു. വലിച്ച് കയറ്റിയിട്ട് ഗുണ്ടകളെ പോലെ വലിച്ച് കയറ്റിയിട്ട്, ആരാന്നറിയില്ല, യൂണിഫോം ഉണ്ടായിരുന്നില്ല ആർക്കും. വലിച്ച് കയറ്റിയിട്ട് ഇവർ കുറേ ഇടിച്ചു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിട്ട് കാറിൻ്റെ അകത്ത് ഒരു 10-15 മിനിറ്റോളം. അത് കഴിഞ്ഞ് ഇവർ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും കുറേ മർദ്ദിച്ചു. ബാക്കിൽ കുനിച്ചിരുത്തി കുറേ ഇടിച്ചു. പിന്നെ കാലിൻ്റെ അടിയിൽ ചൂരിൽ വെച്ചടിച്ചു. എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു. വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം, വേറെ കേസൊക്കെ എടുത്തിട്ടും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പോലീസ് മർദ്ദിച്ചത് പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയെന്നും വിഷാദ രോഗിയെന്നും 17കാരന്റെ അമ്മ പ്രതികരിച്ചു. അവന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷനായിട്ടുള്ള രോഗമാണ് അവനക്ക് ഉള്ളത്. 9 വയസ്സ് തൊട്ടിട്ടുള്ളതാണ് അവന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. ഇക്ക മരിച്ചതിന് ശേഷം അവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവന് ഡിപ്രഷൻ്റെ ഗുളിക പോയി അടുത്ത് വിനീത എന്ന് പറഞ്ഞൊരു ഡോക്ടറെയാണ് ഇവിടെ കാണിക്കേണ്ടായി. അപ്പോൾ അവനക്ക് ഇത് മരുന്ന് 2-3 ദിവസമായിട്ട് അവന് മരുന്ന് നിർത്തിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് അവന് ഫുൾ കിടന്നുറങ്ങുക, ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുക, ഈ മരുന്നിൻ്റെ ഇത് കാരണം അവന് ഒരു ചടുങ്ങി കൂടിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞതാ, ഒന്ന് നിർത്തി നോക്ക്, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് സാധാ നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല, അവന് ഓക്കെയാണ്. പക്ഷെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, അവനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സഹിൻ, ഒരു 17കാരനോടാണ് അതിക്രൂരമായ മർദ്ദനമുറ പോലീസ് അഴിച്ചുവിട്ടത്. ഏതാണ്ട് ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറിയിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ് വെളിയിൽ വരുന്ന വസ്തുതകൾ, അല്ലേ? ലക്ഷ്മി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഈ 17 വയസ്സുകാരനും അയാളുടെ സുഹൃത്തായ പെൺകുട്ടിയും ചേർന്ന് കലൂര് കൂടി നടന്നു പോകുകയായിരുന്നു. അവിടെ നടന്നു പോകുമ്പോൾ പുറകെ നടന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ എടുത്തപ്പോൾ അയാളോട് ഇവർ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അയാൾ ഒരു ID കാർഡ് കാണിച്ചു. അതായത് മഫ്തിയിലുള്ള ASI ആയിരുന്നു. പക്ഷേ ഈ കുട്ടികൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പെൺകുട്ടി കയറിപ്പോയതിനു ശേഷം ഇയാൾ തിരികെ വന്ന് ഈ ASIയുമായി സംസാരിച്ചു. അവർ തമ്മിൽ വാഗ്വാദമായി. പിന്നീട് അത് അടിപിടിയിൽ കലാശിച്ചു. ഈ ASIക്ക് മർദ്ദനത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നീട് രാത്രി 7 മണിയോടുകൂടി ഈ 17 വയസ്സുകാരൻ 7 പേര് വന്ന് 2 കാറുകളിലായി തട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ കുട്ടിയെ കൊണ്ടുപോയി ഈ കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലിട്ട് 15 മിനിറ്റോളം ക്രൂരമായി ഇടിച്ചു. ക്രൂരമായ മർദ്ദനം, കാറിനകത്തിട്ടും പുറത്തിട്ടും എല്ലാം നന്നായി ഇടിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ചെവിയുടെ ഭാഗത്തും തോളിൻ്റെ ഭാഗത്തും മുതുകത്തും എല്ലാം ഇടിയേറ്റ നന്നായി ഇടി കൊടുക്കുക. അതായത് ശരീരത്തിൽ നിന്നും രക്തം പുറത്തു വരാതെ ചതക്കാൻ കഴിയുന്ന ഒരു ഇടിയുടെ രീതിയുണ്ട്. ആ രീതിയിലാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ കാലങ്ങളായി ഈ ക്രൈം ന്യൂസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായി അത് കണ്ടാൽ മനസ്സിലാവും. ഇത് ശരീരത്തിൽ നിന്നും ബ്ലഡ് വരാതെ ഇടിച്ചിരിക്കുന്ന ഇടിയാണ്. അതായത് ഒരാളുടെ ശരീരം എങ്ങനെയൊക്കെ നുറുക്കിക്കളയാൻ പറ്റുമോ, ഇടിച്ച് നുറുക്കിക്കളയാൻ പറ്റുമോ, ആ രീതിയിലാണ് ആ ഇടിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിലേക്ക് കൈ നമുക്ക് ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് എന്തെങ്കിലും ജോലി എടുക്കുന്നതിനോ വലിയ വേദനയായിരിക്കും. ആ രീതിയിലാണ് ഇവിടെ ഇടിച്ചിരിക്കുന്നത്. പിന്നീട് ഇടിച്ചിരിക്കുന്നത് ഈ കിഡ്നിയുടെ ഭാഗത്താണ്. അതായത് ഈ ഭാഗത്ത് നിരന്തരം ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കിഡ്നിക്ക് കേടുപാടുകൾ വരും. ഇടിച്ചിരിക്കുന്നത് ഈ ചെവിയുടെ ഭാഗത്താണ്. അതായത് നമ്മുടെ മർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഇവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗുണ്ടാ സംഘങ്ങൾ എപ്പോഴും ആക്രമണം നടത്തുമ്പോൾ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ നോക്കിയായിരിക്കും ആക്രമിക്കുക. ഒന്ന് ഈ പറഞ്ഞ സ്ഥലത്ത്, മറ്റൊന്ന് ഇവിടെ, മറ്റൊന്ന് ഈ പറഞ്ഞ കിഡ്നിയുടെ ഭാഗത്ത്, പിന്നെ ഒന്ന് നെഞ്ചത്താണ്. ഈ ഭാഗത്തായിരിക്കും ഇടിക്കുക. ഇവിടെ എല്ലാം ഇടിച്ചാൽ ശരീരത്തിൽ
നിന്നും രക്തം പുറത്തു വരില്ല, പകരം ശരീരം നുറുങ്ങും. ഒരാളുടെ ശരീരത്തിൽ കൃത്യമായ കേടുപാടുകൾ സംഭവിക്കും എന്നുള്ളതാണ്. അത് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ ശരീരത്തിൽ കണ്ടാൽ നമുക്ക് ആ കുട്ടിയെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അവൻ്റെ ശരീരം നുറുങ്ങുന്ന രീതിയിലാണ് ഇവർ ആക്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പോലീസുകാർക്ക് ഈ കുട്ടിക്ക് 18 വയസ്സില്ലെന്നും ഈ കുട്ടി സ്കോളിയോസിസ് എന്ന് പറയുന്ന രോഗത്തിന് അടിമയാണെന്നൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസുകാർ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ അകപ്പെടാൻ പ്രധാന കാരണമായിട്ട് മാറിയത്. കാരണം ഈ 7 പോലീസുകാർ ഗുണ്ടകളെ പോലെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. 15 മിനിറ്റോളം കലൂർ സ്റ്റേഡിയത്തിന് പുറകിലിട്ട് ഈ കുട്ടിയെ മർദ്ദിക്കുകയാണ്. ആരൊക്കെയാണ് ഈ മർദ്ദനത്തിൽ പങ്കെടുത്തത്? ആരൊക്കെയാണ് ഗുണ്ടകളെ പോലെ പെരുമാറിയ പോലീസുകാർ എന്ന കാര്യം പുറത്തേക്ക് വരുന്നുണ്ടോ? അവരുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണോ സഹിൻ? സ്വാഭാവികമായിട്ടും ആ വിവരം പുറത്തേക്ക് വരില്ല ലക്ഷ്മി. ഇതൊരു അന്വേഷണത്തിലേക്ക് പോയാൽ മാത്രം ഇത് ആരൊക്കെയാണ് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയത്, മർദ്ദിച്ചത് ഏതൊക്കെ പോലീസുകാരാണെന്നത് പിന്നീട് വരികയുള്ളൂ. ഈ ഘട്ടത്തിൽ ഇതൊന്നും പുറത്തു വരില്ല എന്നുള്ളതാണ്. ഇതിൽ സ്വാഭാവികമായും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ കുട്ടിക്കെതിരെ കേസെടുത്തതുപോലെ ഈ കുട്ടിയെ കൊണ്ടുപോയി മർദ്ദിച്ച പോലീസുകാരെയും കണ്ടെത്തി അവർക്കെതിരെയും കേസെടുക്കേണ്ടതാണ്. കാരണം 17 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. അവനെ ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം 2 കൈയും തല്ലി ഓടിക്കുക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയാണ്, വിഷാദ രോഗത്തിന് അടിമയായിട്ടുള്ള കുട്ടിയാണ്, സ്കോളിയോസിസ് എന്ന് പറയുന്ന രോഗമുള്ള കുട്ടിയാണ്. അങ്ങനെ കാര്യമായി മർദ്ദിച്ച് ഈ 2 കൈയും തല്ലി ഓടിച്ച്, അതായത് ഈ എന്താണ് ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങളെല്ലാം ഈ കുട്ടിയോട് ചെയ്തിട്ടുണ്ട്. അവർ ഭാവിയിലേക്ക് രോഗിയാക്കുന്ന രീതിയിൽ കാര്യമായി തന്നെ മർദ്ദിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്ത്, ഒപ്പം തന്നെ കിഡ്നിയുടെ ഭാഗത്ത്, ഇവിടെയെല്ലാം മർദ്ദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അവർ രോഗിയായി തീരും. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ രക്തം പുറത്തു വരികയുമില്ല. ആ രീതിയിൽ തന്നെ കൃത്യമായി ഗുണ്ടാസംഘങ്ങൾ ആക്രമിക്കുന്ന രീതിയിലാണ് ഈ പോലീസുകാർ ആക്രമിച്ചിരിക്കുന്നത്. അത് മെഡിക്കൽ പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്? കൈ തല്ലി ഒടിച്ചു എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. അതിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ എന്തൊക്കെ ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ ഉള്ളത്? ഞാൻ പറഞ്ഞ ഈ 3 ഭാഗങ്ങളിലും ചതവുണ്ട് എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചതവ് എന്ന് പറയുന്നത് ശരീരത്തിലൊരു ചതവായി കിടക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ രക്തം പുറത്തേക്ക് വരില്ല. രക്തം പുറത്തേക്ക് വരാതെ ശരീരത്തിൽ ചതവുണ്ടാക്കുന്ന ഒരു രീതിയാണ് കാലങ്ങളായി നമ്മുടെ പോലീസുകാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൂടിയാണിത്. കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ചതവുണ്ടാക്കുക, ഭാവിയിലേക്കാവും പണിയെടുത്ത് തിന്നാൻ കഴിയാത്ത രീതിയിൽ അവനെ മാറ്റുക എന്നുള്ളതാണ്. ഈ ഷോൾഡറിൻ്റെ ഭാഗത്തെല്ലാം മർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കൈ പൊക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കൈ താഴേക്കിടുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാകുന്നത്. അത് 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അപകടത്തിലേക്ക് പോകാൻ പോകുന്നതും. അത് കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കണമോ ആ രീതിയിൽ കൃത്യമായി ഈ കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു പോലീസുകാർ ഇവിടെ വന്നിട്ടില്ല. ഈ കുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പോലും അതിൻ്റെ അമ്മയാണ്. ആ സ്ത്രീയെ 4 മണിക്കൂറോളം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും പിന്നീട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അതായത് ഈ കൃത്യമായി പോലീസുകാർക്കറിയാം ഭാവിയിലേക്ക് ഇത് പ്രശ്നമുണ്ടായാൽ തന്നെ അത് സോൾവ് ചെയ്യാൻ ഇവർക്ക് പറ്റും. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ASI അടക്കമുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതും. എന്തായാലും കുട്ടിക്ക് നല്ല കാര്യമായി തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. 2 കൈയും തല്ലി ഒടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. കൊച്ചിയിൽ 17 വയസ്സുകാരൻ്റെ കൈ പോലീസ് തല്ലി ഒടിച്ചു എന്നുള്ള പരാതിയാണ് വരുന്നത്. എല്ല് വളയുന്ന സ്കോളിയോസിസ് രോഗമുള്ള 17 വയസ്സുകാരനെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചത്. സഹിൻ, ഈ കുടുംബം തുടർ പരാതികളിലേക്ക് നീങ്ങുന്നുണ്ടോ? ഏത് തരത്തിലാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് കുടുംബം? ഇവിടെയാണ് ലക്ഷ്മി ഒരു പ്രശ്നമുള്ളത്. അതായത് ഈ കുടുംബത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 3 സ്ത്രീകളാണുള്ളത്. അതിൽ ഒന്ന് പ്രായമായ ഒരു അമ്മയാണ്, അവർക്കൊരു 60-70 വയസ്സടുത്തുള്ള ഒരു സ്ത്രീയാണുള്ളത്. പിന്നീട് ഈ പറയുന്ന 17 വയസ്സുകാരൻ്റെ അമ്മയും അവരുടെ അനിയത്തിയുമാണ്. അല്ലാതെ അവർക്ക് മറ്റ് പുരുഷന്മാരായി അങ്ങനെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആകെയുള്ളത് ഈ 2 കുട്ടികളാണ്. ഇവനും ഈ 17 വയസ്സുകാരനും അവൻ്റെ അനിയനുമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, എന്താണ് എന്നുള്ളത് പോലും അറിയില്ല. ഇവർ തൃശ്ശൂരുകാരായിരുന്നു, ഇവിടെ വന്ന് ഒരു സ്ഥാപനം നടത്തി ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി ഭാവിയിലേക്ക് അവർ പരാതിയുമായി പോകേണ്ടതായി വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്ക് കാര്യമായി മർദ്ദനം ഏറ്റിട്ടുണ്ട്. ആ മർദ്ദനം ഏറ്റത് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഭാവിയിലേക്ക് മനസ്സിലാകും എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കാര്യമായി തന്നെ കുട്ടിക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട്. പോലീസുകാർ ഏതെല്ലാം രീതിയിൽ ആ കുട്ടിയെ മർദ്ദിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. 15 മിനിറ്റോളം ഒരു കാറിൽ കൊണ്ടുപോയി കലൂർ സ്റ്റേഡിയം
സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇത്തരം ദിവസങ്ങളിലൊന്നും ആളില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഇരട്ടത്തേക്ക് കൊണ്ടുപോയി നന്നായി മർദ്ദിക്കാൻ പറ്റും. സാധാരണ ഗുണ്ടാസംഘങ്ങളാണ് ഇത്തരത്തെ ഈ രീതിയൊക്കെ പരീക്ഷിക്കുന്നത്. ആളില്ലാത്ത സ്ഥലത്ത് കാറിൽ തട്ടിക്കൊണ്ടുപോയി ഇടിച്ചതിന് ശേഷം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന രീതി. ഇത് നമ്മുടെ പോലീസും പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പക്ഷേ നാളെ ഗുരുതരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകരായിട്ടുള്ള പോലീസുകാർ ഗുണ്ടകളെ പോലെ പെരുമാറിയിരിക്കുന്നു. ഒരു 17 വയസ്സുകാരന് നേർക്ക് അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. എല്ല് വളയുന്ന രോഗമുള്ള സ്കോളിയോസിസ് രോഗമുള്ള 17 വയസ്സുകാരനെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. തീർച്ചയായും തുടർ നടപടികൾ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാകേണ്ടതുണ്ട്. അടിയന്തരമായി അധികൃതർ കണ്ണു തുറന്ന് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.